ഇതിനകത്ത് എത്ര ദിവസം കൂടെ ഇരിക്കേണ്ടി വരും? ഒരു ഐഡിയയും ഇല്ല. നാളെ ഇവറ്റകൾ വിരുന്ന് വരാൻ പോവുക, അത് ഇവിടെ തന്നെ കാണൂ. എന്തിനാ? നാളെ ഇതിൽ നിന്ന് പുറത്തിറങ്ങി തിന്നിട്ടാണല്ലേ. എന്താ പിന്നെ മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്താ പറയാനാ, ആ തള്ളയും മോളും കൂടെ കണക്കൊന്നും നോക്കാതെ തിളപ്പിച്ച് വേവിച്ച് വെക്കും. ഇന്നേ ഉള്ളു കുത്തരിച്ചോറെന്ന് വിളിക്കുന്നത്, നാളെ പേര് മാറ്റി വിളിക്കും. അതെന്ത് പേര്? പഴങ്ങഞ്ഞി. എങ്ങോട്ട് കയറി പോവാ? ഞാനും ഉണ്ട്. ഇതിനെയൊക്കെ ഞെരടി പൊട്ടിച്ച് വല്ല ചെറിയ പാത്രത്തിലാക്കി വെക്കാനുള്ളതിന് പൊള്ളിച്ചതും പൊള്ളിക്കാത്തതും എല്ലാം കൂടി ഇങ്ങ് കൊണ്ടുവന്നു. ഇവിടത്തെ തൊട്ട് കളിക്കരുത്, ഇത് കൊല്ലവാ, യുദ്ധം നടക്കും. അയ്യോ ഇരി, ഉള്ള സ്ഥലത്തൊക്കെ അടങ്ങി ഇരുന്നോണം. പൊടിയരുത് പ്ലീസ്, ചീത്തപ്പേര് കേൾക്കാൻ വയ്യ. ഇങ്ങനത്തൊരു നാറ്റം. കുറച്ച് ഉണക്കമീനും ഉണക്കൊഞ്ചും മൂലക്ക് ഇരിപ്പുണ്ട്, അതിന്റെയാ. ആ തള്ളയുടെ മോന്റെ പരിപാടിയാ. മീൻ കിട്ടാത്തപ്പോ എടുക്കുമെന്നും പറഞ്ഞ് വെച്ചേക്കു. ഓണം ആയാലും എടുത്ത് കളയത്തില്ല. ഇറങ്ങി പോകാൻ പറ. ഓണസദ്യയുടെ കൂടൊക്കെ കയറിയിരിക്കും. ഇവര് എന്ത് യോഗ്യതയുണ്ട്? ഇപ്പൊ ഒരാള് ആ പുള്ളി വന്ന് ഇതിനകത്ത് സ്ഥലവേ കാണത്തില്ല. അതാരാ? ഒരാവശ്യമില്ലാതെ വെക്കുകയും ചെയ്യും, ആരും ഒട്ടും കഴിക്കത്തുമില്ല. ഇതിനകത്തൊന്നും ഞാൻ കയറ്റത്തില്ല, കൊണ്ട് കുഴിച്ചു മൂടാൻ പറ. ദാ വരുന്നു, അങ്ങോട്ട് പറ. അങ്ങോട്ട് നീങ്ങിയിരി, 5-6 ദിവസം ഇരിക്കാനുള്ളതാ. 5-6 ദിവസമോ? എന്തോ റീച്ചേ, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുനിന്ന് ഇന്നലത്തെ എല്ലാം എടുത്ത് പുറത്ത് വെക്കണം. എന്നിട്ട് ഇന്നത്തെ സദ്യ കഴിച്ചതിന്റെ ബാക്കിയെല്ലാം കൂടെ ഇതിനകത്തോട്ട് തള്ളിക്കയറ്റി വെക്കണം. എന്ത് ചെയ്യും? ഒരു ഫ്രിഡ്ജൂടെ മേടിക്കേണ്ടി വരുമോ ഇനി? മിക്കവാറും. പിന്നല്ലാതെ എന്തോ ചെയ്യാന്? അമ്മ, നാളെ എന്തോ കഴിക്കാൻ? പഴകഞ്ഞി. പിന്നല്ലാതെ ഇന്ന് പരിപ്പും കഴിച്ചില്ലേ? നാളെ പഴകഞ്ഞി കിട്ടും. നാളെ നമുക്ക് എവിടെങ്കിലും വിരുന്ന് പോയാലോ? എന്നാ മറ്റന്നാ പഴകഞ്ഞി ഇരിക്കാം. പഴങ്കഞ്ഞി സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? തിരുവോണത്തിന്റെ അന്ന് പരിപ്പും പപ്പടവും പായസവും കുട്ടി സദ്യ, അവിട്ടത്തിന്റെ അന്ന് പഴകഞ്ഞി. അതാ ചടങ്ങ്. ആന്നോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ. ഇവിടെ അങ്ങനെ തന്നെ. ഇതൊക്കെ ഇനിയിപ്പോ എന്തോ ചെയ്യും? അൽമാന്റെ വീട്ടിലെ കൊച്ചമ്മാടൊക്കെ കൊണ്ടുവെക്ക്. അതാ നല്ലത്. റീജി ഉണ്ടോ? ആരെ? റീജയുടെ വീടല്ലേ? അതെ. റീജി ഉണ്ടോ? ഒന്ന് വിളിക്കാവോ? റീജ ആരാ? എന്തിനാ? ഒന്ന് വിളിക്ക്, പറയാം. അല്ല, റീജ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇങ്ങോട്ട് പോയി? ഞാൻ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, കണ്ടില്ലല്ലോ. പ്രിയദർശിനി ബസ് ഇതുവഴി ഉണ്ടായിരുന്നു, അത് കേറിയാ പോയത്. കഷ്ടമായി പോയത്. എന്തായിരുന്നെന്നൊന്ന് പറയാവോ? ഫോണിലൊന്ന് വിളിക്കാവോ? ഫോൺ കൊണ്ടുപോയില്ല, ഫോൺ എടുക്കാതാ പോയത്. നിങ്ങൾ എന്തിനാ വന്നേന്നൊന്ന് പറ, ഇങ്ങനെ പേടിപ്പിക്കാതെ. എന്തിനാ പേടിക്കുന്നത്? പറയും, രഹസ്യോ. എന്തായിരുന്നു? റീജയുടെ ഒരു കൂട്ടുകാരി ഒരു നിതയെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു വിട്ടാനായിട്ട് വന്നു. ഈ ഇൻസ്റ്റയിലൊക്കെ റീലിരുന്ന ഇൻഫ്ലുവൻസർ ഗിഫ്റ്റ് കൊണ്ട് വന്നായിരുന്നു. നേരത്തെ പറയണ്ട, ഞാനങ്ങ് പേടിച്ചു പോയി. റീജ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? പിന്നല്ലേ, ഞാൻ വിളിച്ചാ പെട്ടെന്ന് വരും. റീജേ, ആരാ റീജേ? റീജി ചേച്ചി വന്നായിരുന്നോ? റീജി ആരാടോ ചേച്ചി? ഇയാൾ എന്നെക്കാൾ ഒരു 20 വയസ്സെങ്കിലും മൂത്തയാന്ന് കണ്ടാ പറയുമല്ലോ. ചേച്ചി നാളെ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് പിടിച്ചാക്കാം. ഞാൻ വീഡിയോ എടുക്കാതെ ഒരു എക്സ്പ്രഷൻ ഇടണേ. എക്സ്പ്രഷൻ ഇടാനേ എന്നെ കഴിഞ്ഞുള്ളവരേ ഉള്ളൂ. ആണോ? എന്നാ തകർക്കാം നമ്മൾ. വാവ്, ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റ് ആയിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഐ ലവ് യു നീത, താങ്ക് യു സോ മച്ച്. മതിയോ? മതി, സൂപ്പറായിട്ട്. എന്നാ പൊക്കോ, ഇവിടെ അധികം നേരം നിന്ന് കറങ്ങണ്ട. പോടോ. വന്നുടനെ പറയാനുള്ളതിന് പേടിപ്പിച്ചിട്ടാണോ മനുഷ്യന് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്?